ഹായ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാരങ്ങയും ഈന്തപ്പഴവും കൊണ്ടുള്ള ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കാം. നാരങ്ങ ഈന്തപ്പഴം അച്ചാർ, ലൈം ആൻഡ് ഡേറ്റ്സ് പിക്കിൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ആവശ്യമായ സാധനങ്ങൾ: 250 ഗ്രാം ഈന്തപ്പഴം അരിഞ്ഞു വെച്ചേക്കുകയാണ്, കുരു കളഞ്ഞ്. പിന്നെ ഒരു 15 നാരങ്ങ പുഴുങ്ങി ഉപ്പ് പുരട്ടി അരിഞ്ഞു വെച്ചേക്കുന്നു, 4ആയിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നു. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി, ഒരു കുടം, ഒരു ഉരുള നാരങ്ങയുടെ വലിപ്പത്തിലുള്ള ഒരു പിഴുപുളി, അത് വെള്ളത്തിൽ അലിയിച്ച് പിഴിഞ്ഞു വെച്ചേക്കുന്നത്. ഒരു കുടം വെളുത്തുള്ളി, ഒരു 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി, 2 തണ്ട് കറിവേപ്പില, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. സ്റ്റൗ കത്തിച്ചു, ഒരു കടായി വെച്ചു. നല്ലെണ്ണയിലാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. കുറച്ച് കടുക്, കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് ഉലുവ മുഴുവനെയുള്ള, അതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കണേ. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർക്കാതെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വരണം. എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ചേർക്കാം. നമ്മൾ ചേർത്ത സാധനങ്ങളെല്ലാം ശരിക്കും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഈന്തപ്പഴം ചേർക്കാവേ. അതൊന്ന് ചെറുതായിട്ട് സോട്ടാക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പൊടി, പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പിഴുപുളി, മീഡിയം ഫ്ലെയിമിലാക്കണേ സ്റ്റൗവ്, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഒന്ന് ചെറുതായിട്ട് കിടന്ന് വേകട്ടെ. ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാതെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കാവേ.
കുറച്ച് ഉപ്പ്, ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ചേർക്കാം. ഇതൊന്നിങ്ങനെ ഒന്ന് പൊത്തി വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ചേക്കാതെ. അടച്ച് കുറച്ച് നേരം നമുക്കിനി ഓപ്പൺ ചെയ്ത് നോക്കാവേ. ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ട്. ഇത് ഇങ്ങനെ ഒരു 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എടുക്കാവൂ. ഇതിങ്ങനെ ഇരിക്കട്ടെ, ഇതിൽ നിന്ന് സെറ്റാകണം എല്ലാം. ഉപ്പും പുളിയും മധുരവും എല്ലാം ഒന്ന് സെറ്റായതിനു ശേഷം മാത്രമേ എടുത്ത് ഉപയോഗിക്കാവൂ. ഇത് ബിരിയാണിക്ക് ഏറ്റവും കോമ്പിനേഷനായിട്ടുള്ളൊരു അച്ചാറാണ്. ലൈമും ഡേറ്റ്സും കൂടെ ഉള്ളത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുക, സന്തോഷമായിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാമേ.